ഓം ശാന്തി. ഇന്ന് ശിവബാബ നൽകുന്ന വരദാനമാണ് സരളമായ സംസ്കാരത്തിലൂടെ നല്ലതും മോശവുമായതിൻ്റെ ആകർഷണത്തിൽ നിന്നും ഉപരിയായിരിക്കുന്ന സദാ ഹർഷിത മുഖനായി ഭവിക്കട്ടെ. നമ്മുടെ ലക്ഷ്യമാണ് സദാ സുഖം, ശാന്തി, ആനന്ദമൊക്കെ അനുഭവിക്കാൻ സാധിക്കണം. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മളുടെ നേച്ചർ, സ്വഭാവത്തെ ഈസി നേച്ചറാക്കണം, സരളമാക്കണം. എന്നുവെച്ചാൽ പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിനെ നമുക്ക് ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കണം. അപ്പോൾ പർവ്വതം പോലൊരു പ്രശ്നമാണ്. അപ്പോൾ ആ പർവ്വതം മാറട്ടെ എന്ന് ചിന്തിച്ചിരുന്നാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആകും. അതിനെ നമുക്ക് വെട്ടി മാറ്റിയെടുക്കുക, ഒത്തിരി എനർജി വേസ്റ്റ് ആകും. പകരം നമ്മൾ ക്രിയേറ്ററായി മാറാം, ക്രിയേറ്റീവ് ആകാം, മറ്റൊരു വഴി കണ്ടെത്താൻ, ഒത്തിരി അനേക വഴികളുണ്ട്, ആ വഴി കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ കൂടെയുള്ള വ്യക്തിക്ക് വളരെ ദേഷ്യമുണ്ട്. അപ്പോൾ നമ്മളും ദേഷ്യപ്പെടാതെ പകരം ശാന്തമായിട്ടിരിക്കണം, ശീതളതയുടെ ജലം ഒഴിക്കണം, സഹിക്കണം, ക്ഷമിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ബാബ ജീവിത കലയെക്കുറിച്ച് പഠിപ്പിച്ചെന്ന് എങ്ങനെ ഓരോന്നും കൈകാര്യം ചെയ്യണം. അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള സംസ്കാരം, ടൈറ്റായ സംസ്കാരമുണ്ടോ, നമ്മൾ ഈ ലോകത്തിൽ ബന്ധിച്ചിടുന്ന സംസ്കാരം. അപ്പോൾ ബാബ പറഞ്ഞു കാമം, ക്രോധമൊക്കെ ബാബ പറഞ്ഞു അഗ്നി പോലെയാണ്, അത് നമ്മളെ കത്തിക്കും, മറ്റുള്ളവരെയും കത്തിച്ച് കളയും. ഇല്ലത് ആയുധം പോലെയാണ്, നമ്മളെ മുറിവേൽപ്പിക്കും, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. ഇന്ന് ബാബ മുരളി പറഞ്ഞ ഭൂതമായിട്ട് പറഞ്ഞ കാമത്തിൻ്റെ ഭൂതം, ക്രോധത്തിൻ്റെ ഭൂതം. അതേമാതിരി ലോഭം, അതെ, വസ്തു വൈഭവങ്ങൾ, അവ കണ്ട് നമ്മൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുക, അല്പകാല സുഖശാന്തി. അപ്പോൾ അതിനെ വീണ്ടും വീണ്ടും കൂട്ടിക്കൊണ്ടേയിരിക്കുക. പക്ഷെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഉള്ള യാത്രയിൽ നിന്ന് നമ്മൾ നിലച്ചു പോകും, അവിടെ സ്റ്റക്കാകും. അതുപോലെ തന്നെയാണ് മോഹവും. എങ്ങനെയാണ് ചെലുന്തി സ്വയം വലയുണ്ടാക്കി അതിൽ കുടുങ്ങിക്കിടക്കും, മറ്റുള്ളവരെ അതിൽ കുടുക്കിയിടും. അപ്പോഴും മുന്നോട്ട് യാത്ര ചെയ്യാൻ സാധിക്കില്ല. അതേമാതിരി തന്നെയാണ് നമ്മൾ സ്വയം ദേഹ അഭിമാനത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുക, പർവ്വതം പണിയുക. പക്ഷെ താഴേക്ക് ഇറങ്ങി വന്നാലേ നമുക്ക് വീണ്ടും യാത്ര തുടരാൻ സാധിക്കും. ബാബ നമ്മളോട് പറഞ്ഞു ഇത് ഡ്രാമയായിട്ട് കാണാൻ പറഞ്ഞു. അപ്പം ഡ്രാമയായിട്ട് കാണുമ്പോൾ ഇതൊരു കളിയാണ്. ഇതിൽ തൻ്റെ റോള് സാക്ഷിയായിട്ട് ഈ കളിക്കുക. ഒപ്പം തന്നെ തൻ്റെ സ്വരൂപത്തെ ഓർമ്മിക്കുക. എൻ്റെ രൂപം പ്രകാശരൂപമാണ്, മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെയും പ്രകാശരൂപ സഹിതം അവരെ കാണുക. അതുപോലെ തന്നെ ഇതെല്ലാം ആരുടേതാണെന്ന് ചിന്തിക്കുക, ഇതെല്ലാം ഭഗവാന്റേതാണ്. അങ്ങനെ ജ്ഞാനബലത്തിലൂടെ, യോഗബലത്തിലൂടെ നമ്മുടെ സംസ്കാരത്തെ ഈസി നേച്ചറാക്കാൻ, സരളമാക്കാൻ സാധിക്കും. സദാ സുഖവും ശാന്തി അനുഭവിക്കാൻ സാധിക്കും. ഓം ശാന്തി.